ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ മൂവി എന്ന് പറയുന്നത് ദ ലിങ്കൺ ലോയർ ആണ്. ദ ലിങ്കൺ ലോയർ എന്ന് പറയുന്നത് 2011 ഇറങ്ങിയ ഒരു അമേരിക്കൻ ലീഗൽ ഡ്രാമ കാറ്റഗറി വരുന്ന ഒരു മൂവിയാണ്. 2005 ഈ സെയിം നെയിമിലൊരു നോവൽ വന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ മൂവി. മാത്യു മെക്കോൺഹെ ആണ് മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത്, ഡിഫൻസ് ലോയറായിട്ട്. അതായത് പുള്ളി ആക്ച്വലി പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്നുള്ള കണ്ടീഷനാണ്. പക്ഷെ പുള്ളി എടുക്കുന്നതെല്ലാം പെറ്റിയായിട്ടുള്ള ആൾക്കാരാണ്. അതായത് വലിയ ബിഗ് ഷോട്ടുകളല്ല. ക്രൈംസ് അവർ നല്ലോണം ചെയ്യുന്നുണ്ട്. സ്റ്റിൽ അവരുടെ വലിയ ഫണ്ടൊന്നും ഇല്ലാത്ത ആൾക്കാരെ നോക്കി അവരെ സെലക്ട് ചെയ്തിട്ട് അവരുടെ ഈ ലീഗൽ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ചിട്ട് അവരെ ശിക്ഷ മാക്സിമം കുറച്ചു കൊടുക്കുക, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി കൊടുക്കുക. ഇതൊക്കെയാണ് പുള്ളിയുടെ ഒരു ലൈൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. പുള്ളിക്ക് പെട്ടെന്നൊരു കേസ് വരുവാണ്. ഒരു അത്യാവശ്യം ഒരു മില്യണെയർ ആയിട്ടുള്ള ഒരു പുള്ളിയുടെ ഒരു അബ്യൂസ് കേസ്. അതായത് ഒരു ലേഡിയെ ബാറിൽ നിന്ന്, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ ബാറിൽ നിന്ന് വിളിച്ചിട്ട് പോയിട്ട് ഫിസിക്കലി അബ്യൂസ് ചെയ്തു എന്നൊരു കേസ് വരുവാണ്. അത് ചെയ്തേക്കുന്നത് മില്യണെയറിന്റെ മകനാണ്. പുള്ളിയുടെ ഡിഫൻസ് ലോയറായിട്ട് അസൈൻ ചെയ്യുന്നത് ഈ മാത്യു മെക്കോൺഹെ ആണ്. അപ്പോൾ ഈ കേസ് വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴും, ഈ കേസിനെ പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പുള്ളിക്കൊരു ഓർമ്മ വരികയാണ്, ഇതുപോലൊരു കേസ് മുന്നേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. അതെന്താണ് സംഭവം? ആ ഒരു തോട്ട് പ്രോസസ് ആണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്. അതായത് പുള്ളിയുടെ കരിയറിന് തന്നെ ഇഷ്യൂ വരാൻ പറ്റുന്ന, പുള്ളിയുടെ ഒരു എല്ലാ പരിപാടിയും ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഒരു ലെവലിൽ കൊണ്ടുപോകുന്ന ഒരു സ്റ്റേറ്റിലോട്ട് എത്തും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോറി നടക്കുന്നത്. ത്രില്ലർ ആണെങ്കിൽ കൂടി ഇതൊരു ലീഗൽ ഡ്രാമ കാറ്റഗറി പറയാൻ പറ്റും. കാരണം ഇത് ഒരുപാട് ആക്ടിവിറ്റീസ് ഇല്ല. ഇതിപ്പോൾ വലിയൊരു കൊമേഴ്ഷ്യൽ ഫ്ലിക്സോ സ്റ്റണ്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. മെയിൻലി ബേസ്ഡ് ഓൺ ഡയലോഗ്സ്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഡിസ്ക് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ സ്ലിപ്പ് കവർ. ഇത് US ഇമ്പോർട്ട് ഡിസ്ക് ആണ്. അപ്പം റീജിയൻ എ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. റീജിയൻ എ ലോക്ക്ഡ് ആണ്. അപ്പോൾ റീജിയൻ എ സ്പെസിഫിക് ആയിട്ടുള്ള പ്ലെയേഴ്സിൽ മാത്രമേ പ്ലേ ആവത്തുള്ളൂ. ഫ്രണ്ട് ഇമേജ്, ബാക്ക് ഇമേജ്. ഇതിൽ എക്സ്ട്രാ ആയിട്ട് ഒരു DVD കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഫിലിം വേർഷൻ തന്നെയാണ് DVD ഫോർമാറ്റിൽ. ഇത് എൻ്റെ ബ്ലൂറേ ഡിസ്ക് ആണ്. അപ്പോൾ ഈ മൂവിയിൽ വരുന്നത് 7.1 DTS HD മാസ്റ്റർ ഓഡിയോ ആണ്. ഇതിന് 4K കൂടെ റിലീസായിട്ടുണ്ട്. ആ 4Kയിൽ ഡോൾബി അറ്റ്മോസ് വരുന്നുണ്ട്. പക്ഷേ ഞാനിത് DTSൻ്റെ മാത്രം ആവശ്യമേ ഉള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഇത് ഫിലിം കൂടുതൽ ഒരു കോർട്ട് റൂമിലാണ് നടക്കുന്നത്. കൂടുതലും ഡയലോഗ്സിലാണ് സ്റ്റോറി മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ BGMസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കാറിൻ്റെ സൗണ്ട്, ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഒഴിച്ചാൽ മൊത്തത്തിൽ ഡയലോഗ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു DTS ട്രാക്ക് തന്നെയായിരിക്കും എനിക്ക് നല്ലതെന്ന് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ലീഗൽ ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന ഒരു മൂവി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൂവി ട്രൈ ചെയ്യാം. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉണ്ട് പുള്ളിയുടെ. കഴിവതും DTS തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അറ്റ്മോസ് അവൈലബിൾ ആണെങ്കിൽ ട്രൈ ചെയ്യാം. സ്റ്റിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് DTS തന്നെയാണ്. അപ്പോൾ വേറൊരു വീഡിയോയിൽ വേറെ മൂവിയായിട്ട് കാണാം. ബൈ.